നമ്മളിപ്പോൾ ആ ഗ്രാമത്തിലോട് എത്തി. ഇതാണ് കോയിലേക്ക് പോகிற വഴി, ചെകുട്ടയ്യാർ കോയിലേക്ക് പോகிற വഴി. ഈ വഴിയാണ്. ഈ വഴി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ചായ കൊണ്ടുപോയിട്ടുണ്ട്. ചായ കടയിൽ വന്ന് നമ്മൾ ചായ കുടിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനോട് സംസാരിക്കും. ചേട്ടൻ്റെ കാത് കണ്ട ഓട്ടയിട്ടുണ്ടല്ലോ. ഇവർ വലിയ ഒരു പ്രായമായ ആളല്ലേ, കൊച്ചു പിള്ളേർക്കും ഉണ്ട്. ഇവിടെ പിറന്ന് 2 മാസத்துலேயே காதுக்கு ஓட்டையிடாருண்டு. இப்போ நம்ம அவங்ககிட்ட கேட்போம், அவங்க சொல்லுங்கண்ணா, நீங்கள் சொல்லுங்கள். குழந்தை பிறந்து 2 மாசத்துல காது குத்திடுவோம். ஓகே, எந்த மாவட்டம் சொல்லுங்க? இது சிவகங்கை மாவட்டம். சிவகங்கை மாவட்டம், சிங்கமரி தாலுகா. சிங்கமரி தாலுகா, சூரக்குடி, கோவில்பட்டி. ஓகே, இந்த கிராமத்தில் இருக்கக்கூடிய செகுட்டையனாருக்கு இந்த நேர்த்திக்கடன். இந்த பூசாரியா உள்ளவங்க, அந்த நேர்த்திக்கடன் கோயிலில் பூசாரி இருவாங்க. பூசை செய்யறவங்க மட்டும்தான் காதுல ஓட்ட. പൂജാരിമാർ അവരാണ് കാതിലൊക്കെ ഫുള്ള് ഓട്ടയിടും. അവർ കോയിലെ പൂജ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരെന്താ പറയും, ഇവിടെ പങ്കാളി പറയും, പങ്കാളി. അപ്പൊ ഒവ്വൊരു കുടുംബത്തിലും എത്ര മക്കൾ ആൺമക്കളുണ്ടോ അത്ര ആൺമക്കളും മാസത്തിൽ ഒരാളും അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം കാതില് തോളിടണം. അപ്പോ ഏത് ആൺകുട്ടികള് ഏത് വീട്ടില് എല്ലാ ആളും പെൺകുട്ടി 2 മാസത്തിലും 2ാമത്തെ മാസത്തില് 2 കാതും കുത്തും. 2 കാതും കുത്തും. 2 കാതും ഉണ്ടല്ലോ. അണ്ണനും 2 കാതുണ്ട്, 2 കാത് എല്ലാവർക്കും ഉണ്ട്. അതെ, 1500 ആൺകുട്ടികളും മക്കളും മൊത്തം ഉണ്ട്. ആൺകളുണ്ട് ഇവിടെ, കുട്ടികളും ചേർത്ത് 1500 ആൾക്കാർക്കും കാതില് സ്വാമിക്ക് വേണ്ടി തുളയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അയ്യോട് വർത്താനം പറഞ്ഞിരിക്കുന്ന നേരത്ത് മഴ പെയ്തു. അങ്ങനെ മഴ പെയ്ത് തോരുന്നത് വരെ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മഴ തോർന്നു. അപ്പം നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു. ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ അതില് ബോർഡ് വെച്ചിട്ടുണ്ട്, എന്താ പറയാ, അറിവിപ്പ് പലകയും പറയും. ഇതിൽ എന്താ പറഞ്ഞിട്ടുണ്ടെന്നാ, മറ്റേ മുണ്ട്, കളർ മുണ്ടൊക്കെ അണിഞ്ഞ് അകത്ത് വരാൻ പാടില്ല, ചെപ്പലിട്ട് വരാൻ പാടില്ല, മറ്റേ കാറും 2 വീലറും അപ്പുറം തന്നെ നിർത്തണം. അങ്ങനെയാണ് എഴുതി. കോവിലെ കുപ്പക്കൊട്ട അസ്തം ചെയ്യാൻ കൂടാതെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് മുന്നറിയിപ്പ് പലകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് പോവാം. ഈ വഴിക്ക് തന്നെ പോകണം. ഇതിനകത്ത് ഒരു വലിയ കുളമുണ്ട്. അത് ശരി. ആ കുളത്തില് അതാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിന്റെ കുടിവെള്ളമാണ്. ഓക്കെ ഓക്കെ, കാണുമ്പോൾ തന്നെ ഒരുമാതിരി കളറായിട്ടുണ്ടാകും. പക്ഷെ ഇതാണ് കുടിവെള്ളം, ശുദ്ധமான കുടിവെള്ളം. നമ്മുടെ അമ്പലപ്പറമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു വലിയൊരു കുളത്തിന്റെ തന്നെ സൈഡിലായിട്ട് നമുക്കൊരു കിണർ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുക കിണറിൽ നിന്നായിരിക്കും അവർ വെള്ളം എടുക്കുക എന്നുള്ളത്. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അവരെടുക്കണത് ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം ഡയറക്റ്റ് എടുക്കുന്നത്. അത് കുടിക്കാനുള്ള ആവശ്യത്തിനാണ് എടുക്കണേന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആരെയും കാണാനില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ നടക്കുക. ചെരുപ്പിട്ട് പോവാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ചുറ്റും നടക്കാനുള്ള സ്ഥലങ്ങൾ കുറച്ചൊരു കലർന്നിട്ടുള്ള ഒരു മണ്ണാണ് അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറേ മൺശില്പങ്ങൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് കൊണ്ടുപോയിക്കണത് ഇവിടെ കാണാൻ പറ്റും. ഒരുപാടുണ്ട്. ആയിരം ആണ്ട് മുற்பട്ട ശില്പങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം 500 വർഷം പഴക്കമാണ്. ഇതുവരെയ്ക്ക് വീഡിയോ എടുക്കാം, ഇതെല്ലാം വീഡിയോ എടുക്കാം. ഇതൊക്കെ എടുക്കാം, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നല്ല. അല്ലെങ്കിൽ ആനയ്ക്ക് വെച്ചിട്ടുണ്ട്, കുതിരയ്ക്ക് വെച്ചിട്ടുണ്ട്. ആളുകൾ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ കുളത്തുനിന്ന്, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ട് കുടിക്കാനുള്ള വെള്ളമാണോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞത്
ഇത് കുടിക്കാനുള്ള വെള്ളമായിട്ട് തന്നെയാണെന്നാണ് പറഞ്ഞത്. മണിയണ്ണൻ ഇവിടുന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ. சரியான தண்ணி. சரி, அப்போ வீட்டுக்கு தண்ணி குடிக்க தண்ணி போட்டு தரலையா கூட? இல்லை, இதுலேருந்து பைப்பில் போட்டு கொடுக்கலையா கவர்மெண்ட்? அது பார்த்தேன் நான் வரப்போ வெறும் பாசி கிடந்துச்சு. அந்த பாசி இந்த கோயிலுக்குள்ள மணி அடிக்கிறவங்க மட்டும் குளிப்போம், மற்ற ஆள் குளிக்க மாட்டாங்க. சும்மா தண்ணியில் விழுந்து தர்றாங்க, அதில் சோப்பு வீட்டுலாம் போட்டு குளிக்கிறாங்க. தண்ணி குடிக்கும், നല്ല ടേസ്റ്റ് ഉള്ള തട്ടി. മണിയണ്ണനും ഈ വെള്ളം കുടിച്ചു കേട്ടോ. അതൊരു തീർത്തായിട്ടാണ് കണക്കാക്കണത്. ഈ കുളം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കല്ല് കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ആ സൈഡ് ഇങ്ങനെ സ്ലോപ്പാണ്. അവിടുന്ന് ഇങ്ങനെ ഓവുചാലുകൾ ഇട്ടുണ്ട്, അവിടുന്ന് ഇവിടെ വെള്ളം വരാനുള്ള പോലെ. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ സ്റ്റെപ്പുകളുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറവാണ്. நீங்கள் எங்கள் பூஜாரி இன்னொருத்தர் வயசானவர் இருந்தார், அவர் போயிட்டாருல. நான் அப்போ வந்தப்போ கிட்டத்தட்ட நான் வந்து 2-3 வருஷம் ஆச்சு. இப்போ அவங்க மாறும் போல. இது ஃபுல்லாகவே இல்லை, இது பூரா பூசாரி குடும்பம் தெரியும். ஃபுல்லாக. ஆனால் இதில் வந்து இளைய கரை, மூத்த கரை, நடுக்கரைன்னு இருக்குது. 3 கரை இருக்குது. ஓ, அதில் வந்து 4-5 பேர் தொண்டு செய்யணும்ல கோயிலுக்கு. அது குறுக்கோள் 3 பேர் இருப்பாங்க. இதான இப்போ புதியதாகிட்டு வச்ச ഇത് ഈ മറ്റേ ഇതല്ലേ, ഇത് വന്ന് വീടിന് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീട് കിട്ടാറെങ്കിൽ വീടൊക്കെ ഓളെ മണ്ണിൽ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ സ്വാമിகிட்ட வைக்கும். அதான ഈ പ്രതിമകൾ. இந்த காது இந்த கோவிலுக்கு வளர்க்குறது எப்படிங்க காது வளர்க்குறாங்க? எதுக்காக? குறவோடு இல்லை எதுக்காக வளர்க்குறாங்க? சுவாமிக்கு அந்த அங்கே இருக்கிறவருக்கு அவருக்கு எல்லா குழந்தைங்களுக்கு பெரிய அது பொம்பளை பிள்ளைக்கு ஒழிஞ்சா இல்லை പിന്നെ ആമ്പളകൾക്ക് പൂറ காது வளர்த்து. ഇവിടെ ஆண் மக்கள் எல்லாம் காது வளர்க்கணும். அது பிறந்த 2 மாதத்துலேருந்து காது வளர்க்குது. ഇതാണ് ഈ സ്വാമിയുടെ പ്രത്യേകത. കണ്ട കാതിലിട്ട് ഇവർ സ്വർണം ഇട്ടിട്ടുണ്ട്. മറ്റേ ചെക്കന്മാർ കണ്ടപ്പോൾ അവർ ഈയമാണ്, അത് ഈയക്കുണുക്കാണ്. ഇത് സ്വർണത്തിന് ഇതാണ്, തങ്കത്തിലേ ഇരിക്കും. ഇവർ പൂജാരിയാണ് ഈ അമ്പലത്തിന്. ഇവരാണ് ഇതിനകത്ത് നമ്മൾ അങ്ങോട്ട് പോകാൻ കയറാൻ പാടില്ല. ഇതിനകത്ത് ഇങ്ങോട്ട് നമ്മൾ മറ്റേ ഇതൊക്കെ വിഭൂതിയൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ വഴിക്ക് തന്നെ സ്വാമിയൊക്കെ ഇറങ്ങി വരണം. നമ്മൾ അവർക്ക് மட்டும் അകത്തേക്ക് പോകാൻ പാടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ആ വിഗ്രഹത്തെ തൊടാൻ പാടില്ല, അവർ തന്നെ തൊടാത്. കയ്യിൽ ഒന്നും തൊടാൻ പാടില്ല. ഒരു കുച്ചിയൊക്കെ കോളൊക്കെ ഉണ്ട്, അതിലേക്ക് മാളയൊക്കെ അതിൽ തന്നെ ഇടും. പിന്നെ ഈ അമ്പലത്തിൽ വേണ്ടി കൊണ്ടുപോകാൻ നമ്മൾക്ക് സ്വാമി തന്നെ നിറവേറ്റി കൊടുക്കും. അതാണ് ഇവിടെ എന്താ ഒരു നമ്പിക്ക. ഞങ്ങളങ്ങ് ചുറ്റിട്ട് വരെ. അതല്ല, ഇത് കണ്ട ഇതിനകത്ത് കണ്ട എത്ര കുതിരകളുണ്ട്. ഇതിനകത്ത് ഇങ്ങനത്തെ താള നോക്കണം. താള നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുതിരകളുണ്ട്. ഇതെല്ലാം കണ്ട ഒരുപാട് പൊട്ടിയിട്ടുണ്ട്. ഈ വഴിയിൽ ഫുള്ള് ഇതാണല്ലോ, ശില്പങ്ങളാണ്. ഇവിടെ കണ്ട ഇതൊക്കെ അകത്തുള്ള അകത്ത് കണ്ട്. ഇത് ചെടി കോവില. ചെടീനകത്തുണ്ട് മൊത്ത സ്വാമിയുണ്ട്. ഇതെല്ലാം മൊത്തം കണ്ട 2 പുറം. ഒരു ഇത് സ്ഥലം എത്ര ഏക്കർ ഉണ്ട്? കുറേ ഇല്ലേ സ്ഥലം? ഇത് കുറേ ഒരു 4-5 ഏക്കറേ ഉള്ളൂ. 4-5 ഏക്കർ ഫുള്ള് ഇങ്ങനെ വഴിയും. അതെ, വഴിയും പിന്നെ ഒരു 1000 ഒരു കുറഞ്ഞ പക്ഷേ ലക്ഷക്കണക്കാണ് കുതിര ശിലകളും. അതെ, ഇത് കണ്ട ചെറുത് വലുത്. ഇതിനകത്ത് കണ്ട എങ്ങനെ ഉണ്ട് കണ്ട, എല്ലാം കണ്ട.
ഫുള്ള് അടക്കി ഒതുക്കി വെച്ചേക്കാല. അതെ, 2 സൈഡും എല്ലാം, സൈഡും ഉള്ളിലും അത് എല്ലാം. ഉള്ളിലും ഉണ്ട്. പൊട്ടിയത് പൊട്ടിയതുള്ള അകത്ത് കിടപ്പുണ്ട്, പക്ഷെ മുളതെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. അതെ. நம்ம ஆசியாவிலே இங்கே உள்ள ஒரு அம்பலம் இல்லை, அது ஒரு விசித்திரமான அம்பலമാണ്. എത്ര കുതിര സിലകൾ ഉണ്ട് കണ്ട. അതെ, ഒരു പ്രദേശം മുഴുവൻ കുതിര സിലകൾ ഉണ്ട് ഇവിടെ, ഒരു പ്രദേശം മുഴുവതും. ഈ അമ്പലത്തിലെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേൽക്കൂര കെട്ടല, മേൽക്കൂരല്ല, മഴ പെഞ്ചാലും വെയിൽ വന്നാലും അവിടെ സ്വാമി അത് തന്നെ ഉണ്ടാകും. അതായത് സ്വാമിയൊക്കെ ഇരിക്കണത് ചെടികളുടെയും മരത്തിന്റെയും അടിയിലാണ്. എന്താ അല്ലേ, ഒരു പ്രദേശം മുഴുവൻ അല്ലേ. അതെ, നമ്മളിപ്പോ അത്യാവശ്യം ദൂരം നടന്നു, പക്ഷെ ഇതിനൊരു അവസാനം ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പ്രദേശം മുഴുവൻ ഇതിങ്ങനെ വഴി ഇങ്ങനെ വീണ്ടും കെടുക്കല്ലേ. അതെ അതെ. നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഒരു കുട്ടീനെ കണ്ടു കേട്ടാ, നോക്കിയ കാതിലും ഈയത്തിന്റെ കുണുക്കാണ്. ഇത് ഈയത്തിന്റെ കുണുക്കാണ്. പിന്നെ സ്വർണത്തിന്റെ ഇടണവരുണ്ട്. ഇത് ഇപ്പൊ ഈയാണ് കേട്ടോ. പ്രായം കൂടുമ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ സ്വർണത്തിന്റെ ഇടും. ഇതിപ്പോ ഈയത്തിന്റെ കുണുക്കാണ്. നമ്മളിവിടുത്തെ പൂജാരിനെ കണ്ട് സംസാരിച്ചുല്ലോ. അപ്പോൾ പൂജാരി പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനിക്കണ എല്ലാ ആൺമക്കളും 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കാത് കുത്തും. 2 കാതും കുത്തും കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ചെറിയ മക്കളും വലിയവർക്കൊക്കെ 2 കാതിലും തുളയുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ മാത്രമുള്ളത്. ഈ ഗ്രാമത്തിലെ എല്ലാ ആൺപിള്ളേർക്കും കാത് കുത്തിണ്ടാവും. ഇതിന് ഈ നടന്ന് ഈ ഒരു വഴിക്ക് വന്നിട്ടും ഒരു അവസാനം ഇല്ല കേട്ടോ. എത്രയോ കാലങ്ങളായിട്ട് കൊണ്ടുവയ്ക്കുന്ന കുതിരകളാണെന്നറിയും. ഇവിടെയൊക്കെ കുറേ പെയിന്റ് പോയ കുതിരകളാണ് ഇരിക്കുന്നത്. നോക്കി എന്തോരല്ലേ. വന്നു കഴിഞ്ഞാൽ വഴി തെറ്റൂട്ടാ. കുറേ സ്ഥലങ്ങളിലേക്ക് വഴിയുണ്ട്. ഇവിടേക്ക് വഴിയുണ്ട്, ഇവിടേക്ക് വഴിയുണ്ട്. ഇവിടെ തന്നെ സ്വാമി കുമ്പിടാം, അങ്ങോട്ട് അകത്ത് കയറാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ അകത്ത് കയറാൻ പാടില്ല. അത് അവര് പൂജാരിമാര് മാത്രം കയറുന്ന സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് അവിടെ ദൈവമുണ്ട്. ഓക്കെ. നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ ഇവിടെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈ വഴിക്ക് തന്നെ പോവാം. കുറേ വഴികൾ കാണാണ്ട്. അതെ, ഇത് കണ്ട എത്ര സ്ഥലങ്ങളുണ്ട്, ഒരുപാട് എണ്ണിയാ തീരില്ല. അല്ലെ, എത്ര വർഷങ്ങളായിട്ട് ഇത് നിൽക്കും ഇങ്ങനെ, എണ്ണം തീരില്ല, എണ്ണിയാ തീരില്ല. അത് നല്ലൊരു കാടിന്റെ ഉള്ളിലാണ്. കാട് എന്ന് പറഞ്ഞാൽ അത്രയും ചുറ്റും ചെടികളും മരങ്ങളും വലിയ മരങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഇവിടെ ആരും പാമ്പ് കടിച്ചിട്ടില്ല. ഇവിടെ അകത്ത് ആരും പാമ്പ് കടിച്ചില്ല. ഇത്രയൊക്കെ ഞങ്ങൾ പാമ്പ് കുറച്ച് ഒരുപാട് ഉണ്ടാകുമല്ലോ. എന്താന്ന് പറഞ്ഞാൽ ഈ ഇതിലെ ഇത് കണ്ട, ഇത് ഫുള്ള് ഹോൾസാ. ഇപ്പൊ ഇതിനകത്ത് പാമ്പ് இருந்தாலும் ഒരുപാട് പാമ്പുകൾ ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒന്നും പാമ്പൊന്നും കാണാറില്ല. അത്രയ്ക്ക് ഒരു എന്താ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാ. അത് ഇത്രയും കാട് പിടിച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ പാമ്പ് ഉണ്ടാവില്ല എന്നല്ലേ. അതെ, പക്ഷെ പാമ്പ് കടിച്ചോ അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടില്ല. ഏന്നാ ദൈവത്തിന്റെ ഒരു പെരിയ ഇതാണ്. ഇത് കല്ലിമരമാണ്. ഇത് കണ്ട, കല്ലിമരം നല്ല മണം കണ്ട, ഒരു മൂലികയുടെ മണം, ആയുർവേദ മരുന്നിന്റെ സ്മെൽ. നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി ഇപ്പൊ ആദ്യം വന്ന വഴി ഇത് വഴിയാ. അപ്പൊ എത്ര കിട്ടത്തട്ട വേറൊരു വഴി കൂടെ ചുറ്റിയിട്ട് നമ്മളിപ്പോ കുളത്തിന്റെ സൈഡിലേക്ക് വന്നു. ഇവിടെ ഞാൻ എന്തോ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കുളത്തിന്റെ സൈഡിലെത്തി. കുളത്തിലുള്ള ആൾക്കാർ ഇവിടെ എപ്പോഴും ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ എപ്പോഴും ആൾക്കാർ വെള്ളം എടുക്കണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോഴും വെള്ളം എടുക്കണ്ടായിരുന്നു. ഇപ്പൊ വേറെ എത്രയോ ആൾക്കാർ വന്നെടുക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു ചേച്ചി വെള്ളം എടുത്തിട്ട് പോകണ്ട കേട്ടോ. കുളത്തിന്റെ സൈഡിൽ കൂടെ ഒരു 2 പശുക്കളെയും കൊണ്ട് പോകണ്ട കേട്ടോ.
ഏകദേശം സമയം ഇരുട്ടാറായി തുടങ്ങിയല്ലോ. ഇതിൽ മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നിന്ന് മീൻ പിടിക്കാൻ നോക്കണ്ട കേട്ടോ. അവിടെ നിന്ന് ഇപ്പോഴും ഇതേ ആൾക്കാർ വെള്ളം എടുക്കണം, കുട്ടികൾ. ഈ കുളത്തിന്റെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ആ ശില്പങ്ങൾ കാണാട്ടോ. ഇവിടെ കൂട്ടിയിട്ടേക്കണ ഇവിടെ എവിടെ നോക്കിയാലും ശില്പങ്ങളാണ്. ഇത് ഈ അമ്പലത്തിലൊരു കിടാവിളക്കാണ് കേട്ടോ. പൂജാരി മാത്രമാണ് കേട്ടോ ഈ ക്ഷേത്രകുളത്തിൽ കുളിക്കുക. അപ്പോൾ ആള് ചെറുതായിട്ടൊന്ന് മുങ്ങി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടുന്ന് എടുത്ത് പോകാം കേട്ടോ. ക്ഷേത്രത്തിൽ കുറേ പൂജാരിമാരുണ്ട്, അതിലൊരാളാണ്. അങ്ങനെ പിള്ളേർ വെള്ളം നിറച്ച് വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കും കേട്ടോ. சொல்லலாம் சாமிக்காக போட்டுருக்காங்க. இங்க பாருங்க, சிறுவர்களுக்கெல்லாம் காது வளர்த்து குணுக்கு போட்டிருக்காங்க. இந்த செகுட்டு ஐயனாருக்கு வேண்டுதலாக இங்க இருக்க ஐயனார் வந்து இங்க இருப்பதற்கு, இங்க இருக்கிற சிறுவர்களுக்கெல்லாம் பாத்தீங்கன்னா இந்த மாதிரி குணுக்கு போடுறதுதான் வளர்த்து பாருங்க, காதுல போட்டிருக்கேன். ഞാൻ അയ്യായോട് വീണ്ടും ചോദിച്ചു കേട്ടോ, ഈ വെള്ളമാണോ കുടിക്കാൻ കൊണ്ടുപോകണേന്ന് ഗ്രാമവാസികള്. പക്ഷേ ആള് തറപ്പിച്ച് പറഞ്ഞു ഈ വെള്ളം തന്നെയാണ് കുടിക്കാൻ കൊണ്ടുപോകണേന്ന്. എനിക്കെന്തോ വലിയൊരു അതിശയമായിട്ടാ ഈ വെള്ളമാണ് കുടിക്കാൻ കൊണ്ടുപോകണേന്ന് പറഞ്ഞപ്പോ. காது வளர்க்கன்னா இந்த ஊரு இல்ல, இந்த காது வளர்க்கறவங்க இந்த ஊர் இல்ல, இந்த காது வளர்த்தவங்க தான் இந்த ஊர் கோயில்பட்டி. காது வளர்க்கன்னா இங்கிட்டு வேற ஒரு ஊர் தான். இப்படி சரதப்பட்டி, இங்க தேத்திப்பட்டி, இங்கிட்டு இந்த மதுரை, இப்படி மேலூர், கீழையூர், பச்சாவயில், இந்த மாதிரி ஊர்ல இது போட மாட்டாங்க. கோயில்பட்டி இந்த கோயிலுக்காண்டி இந்த ஓட்டை போட்டு இந்த കുണുക്ക് പോട്ടിരിക്കുകയാണ്. അവർ എന്താ പറയുന്നതിനാ, ഈ കാത് വളർത്താൽ മട്ടുമേ ഈ ഊർക്കാരനാണ്, ഈ നാട്ടുകാരനാണ്. പക്ഷേ ഈ കാത് വളർക്കാതെ ആൾക്കാർ പുറത്തെ നാട്ടുകാർ അവർ കണ്ടു പെട്ടെന്ന് മനസ്സിലാക്കും. അതായത് ഇവിടുത്തെ നാട്ടുകാരെ പെട്ടെന്ന് മനസ്സിലാവാൻ ഈ കാത് കുത്തി നോക്കിയാൽ മതി. അത് ഒരു കാര്യം. പിന്നെ ഈ കാത് വളർക്കാതെ ഈ കോയിലിനകത്ത് കയറാൻ പാടില്ല ഇവിടെ മക്കള്. നമ്മൾ കുഴപ്പമില്ല, നമ്മൾ പുറത്തെന്താ ആൾക്കാരല്ലോ, കുഴപ്പമില്ല. ഈ നാട്ടിലുള്ള പിള്ളേർ ഇവര് പൂജാരികളാണ്, പൂജാരിന്റെ മക്കളാണ്. എല്ലാരും കാത് വളർത്തിട്ടുണ്ട്, നമ്മൾ കണ്ടല്ലോ ഒരുപാട് കുറെ പേര്. അതുപോലെ തന്നെ ഈ കാത് വളർത്താതെ ഇവര് ആ കോയിലിനകത്ത് കയറാൻ പാടുണ്ട്. പക്ഷെ കോയിൽ കാത് വളർക്കാതെ ഇവിടെ ഈ നാട്ടിൽ ഇരിക്കാൻ പാടില്ല. ദൈവം ഇരിക്കവിടല്ല. ഒരു അതിശയ ഗ്രാമമാണ്. അതാണ് ഇവിടുത്തെ ഒരു ആചാരം. അതില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഇതിന്റെ പുറത്ത് പോയി വേണം ജീവിക്കാൻ, പക്ഷെ ഇവിടെ ഗ്രാമത്തിൽ ജീവിക്കാൻ പറ്റില്ല. വീണ്ടും ചോദിച്ചു കേട്ടോ, ഈ വെള്ളം കുടിക്കാനാണോ കൊണ്ടുപോകണേന്ന്. അപ്പോൾ ഇവിടുത്തെ പൂജാരിയും പറഞ്ഞു ഈ ഗ്രാമവാസികള് ഈ വെള്ളം കുടിക്കാൻ തന്നെയാണ് കൊണ്ടുപോകണേന്ന് കേട്ടോ. നമ്മുടെ മണിയണ്ണൻ ഈ വെള്ളം കുടിച്ചു, പക്ഷെ എനിക്കിത് കണ്ടിട്ട് കുടിക്കാൻ തോന്നില്ല. இந்த ஊர் மட்டும் எனக்கு காதே வளர்ப்பாங்க. இங்க
மொத்தத்துல எஸ் கோயில்பட்டின்னு சொல்லுவாங்க. ஆனா இது எஸ் கோயில்பட்டி, இது மேட்டுப்பட்டி, இது சூடன்பட்டி, இப்படி மூக்குமட்டி, பிள்ளான்பட்டின்னு அந்த ஊர் மட்டும்தான் காது வளர்ப்பாங்க இப்படி ஓட்டை போட்டு, இல்லைன்னா வளர்க்க மாட்டாங்க. இப்படிதானே காது எந்த ஊர்ல வந்தாங்கன்னா காதே வளர்க்க மாட்டாங்க. இங்க எஸ் கோயில்பட்டி மட்டும்தானே காதே வளர்ப்பாங்க. எந்த ஊருமே காதே வளர்க்க மாட்டாங்கன்னு. இங்க இந்த எஸ் கோயில்ல பிறந்தவங்க மட்டும் காதே வளர்ப்பாங்க. ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള കുതിര. അപ്പൊ അവർക്ക് ഒരു ആഗ്രഹം, അവരുടെ പുതുതായി വന്ന കുതിരയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കണം. അപ്പൊ അത് എടുത്തു കൊടുക്കാണ്. ഹാപ്പി അല്ലേ? நன்றி. ஒரு சத்து இல்லாத தண்ணி தான், ஒரு மினரல் இல்லாத தண்ணி. കോവിലിന്റെ പേരെന്താ പറഞ്ഞത്? ഈ കോവില് സെവിട്ട് അയ്യനാർ കോവിൽ. സെവിട്ട് അയ്യനാർ കോവിൽ. സെവിട്ട് എന്ന് പറഞ്ഞാൽ செவிடுன காது கேட்காது செவிடுன்னு പറയും. അത് இதுக்கு പേര് എന്താ, എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് പറഞ്ഞാൽ, ഈ പേർക്ക് പണ്ട് ഇവിടെ ആൾക്കാരുണ്ടായി. അപ്പോൾ അവർക്ക് പണ്ട് ഇവിടെ മക്കളെല്ലാം കിളങ്ങൊക്കെ താളം ഉണ്ടല്ലോ, വള്ളിക്കിളങ്ങ്, ആ കിളങ്ങൊക്കെ നോക്കി അവർ കളിക്കാറുള്ളൂ. അപ്പൊ ഈ മൊത്തം കാടാ ഇത്. ഇത് കാട് ഇപ്പൊ നമ്മ കണ്ടല്ലേ, ഫുള്ള കാടാണ്. ഈ കാടിനുള്ളിൽ നിന്ന് കിഴങ്ങ് പറിക്കണ അവര് പാറയിട്ട് കൊണ്ട് അവര് തോണ്ടിയപ്പോ ഈ സ്വാമിന്റെ കാതിൻ ഭാഗത്തിലെ ഈ പാറയൊക്കെ പട്ടൊക്കെ പൊട്ടി രക്തം ഒരുപാട് വന്നു. അപ്പൊ കിഴങ്ങ് കുഴിക്കണതിന്റെ ഇടയിൽ ഇവിടെ ഇരിക്കുന്ന സ്വാമിയുടെ ചെവി പൊട്ടിയിട്ട് ചോര വന്നു. അതെ, അതന്നെ വിശ്വാസം. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇത് ചെയ്ത് തെറ്റുക്ക് ഞങ്ങളുടെ വംശാവലി, ഞങ്ങളുടെ കുടുംബങ്ങൾ പിറക്കുന്ന ആങ്കൊച്ചുകൾക്ക് അത്രയ്ക്കും ഞങ്ങൾ കാതിൽ ഓട്ടയിട്ട് വളക്കാം. നിങ്ങൾ അതിന് ഞങ്ങൾ സ്വാമിക്ക് പൂജാരിയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. അവർ തന്നെ ജീവിച്ചതാണ് ഈ ഗ്രാമം മുഴുവൻ, ഈ കോവിൽപ്പട്ടി മുഴുവൻ. ആ ചോര പൊടിഞ്ഞത് കാരണം ആ സ്വാമിയോട് ക്ഷമ ചോദിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ പ്രതിജ്ഞയാണ് ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങള് കുത്താന്ന്. അതെ, അത് തന്നെ. അത് ഇപ്പൊ ഈ കാലഘട്ടം വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടത്തട്ട 1000 ആണ്ട് പഴമയാണ് കോവില. 1000 ആണ്ട് പഴമയാണ്. 1000 ആണ്ടുമായിട്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ, ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ. എല്ലാ ആണുങ്ങൾക്കും നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ള ആൺകുട്ടികളും കുത്തിയിട്ടുണ്ട്. അതാണ് അതിന്റെ. പിന്നെ ഈ കാര്യം, ഇത് ചെടി കോവിലാണ്, ചെടിനകത്തേ ഉള്ളൂ. പിന്നെ വലിയ മരങ്ങൾ ആഴ്ചയിലുള്ളൂ. അമ്പലത്തിനകത്ത് ചെടി മാത്രമേ ഉള്ളൂ, മരങ്ങൾ ഒന്നും മുളയ്ക്കാറില്ല. അത് പറഞ്ഞു. പിന്നെ മേലക്കൂറയില്ല. പിന്നെ ചെടികളാണ് കൂടുതൽ. പിന്നെ വള്ളിച്ചെടികളും കൂടുതൽ, മരങ്ങളില്ല. ഒരു കാട് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതെ, ഒരു ഇരുട്ടുമയാണ് അതിന്റെ ഉള്ളിൽ. ഇവിടെ നമ്മൾ ഈ അമ്പലത്തിൽ വന്ന് എന്ത് വേണ്ടുന്നാളും അയ്യനാർ നമ്മൾ ചെയ്തു കൊടുക്കും. അത് പ്രതി ഉപകാരമാണ്. നമ്മൾ അവിടെ കുതിരയൊക്കെ ചെയ്ത് പല കോവിലും കണ്ടിട്ടുള്ള പോലെ. ഇത് ഇവിടെ ഒരുപാടുണ്ട്. അത് ഇന്ത്യയിലെ എവിടെയും ഇത്ര കുതിര കാണാറില്ല. ഇത് ഒരു 1000-ഓളം ഉണ്ട്. ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ കുതിരകൾ നടന്ന് അത്യാവശ്യം ദൂരം നമ്മൾ കുതിര. അതെ. നമ്മളിപ്പോ കണ്ട് നന്നായിട്ട് തൊഴുതിട്ട് പിന്നെ അതിന്റെ കാര്യങ്ങൾ, ഗ്രാമത്തിന്റെ കാര്യങ്ങളും പിന്നെ ഈ കാതിന്റെ കാര്യങ്ങളും എല്ലാം കുറിച്ച് കണ്ടിട്ട്. അണ്ണാ, നമ്മള് പോരണ സമയത്ത് കുറെ ആടുകളില് പോണ കണ്ടില്ലേ? അപ്പൊ അണ്ണൻ ചോദിച്ചില്ലേ, എന്താ അയ്യോട് ചോദിച്ചില്ലേ അണ്ണൻ, ആടുകളുടെ എല്ലാം വയറിന്റെ മുകളിൽ ഒരു പാട് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താ പറഞ്ഞ ആള്? അയാൾ നമ്മളെ വെളുത്തിട്ടേക്ക് കൊണ്ടുപോകും. പല ആൾക്കാർ ആട് കൊണ്ടുവരും ഇവിടെ. ശരി. അപ്പൊ പല ആൾക്കാർ ആട് കൊണ്ടുവരുമ്പോൾ ആ ആട് അങ്ങോട്ട് പോകും, ആ ആട് ഇങ്ങോട്ട് വരും. അപ്പൊ അവർക്ക് അവരുടെ തല്ലിത്തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാതെ അതെല്ലാം അടയാളം ഇട്ടിട്ടുണ്ട്. അതാണ് വയറിന്റെ അവിടെ കാണിച്ചത്. അത് എന്തിനാ പറഞ്ഞാൽ നമ്മ തലക്കടിക്കുന്ന ടൈയല്ലേ, ടൈയൊക്കെ ഇട്ടിട്ട് ആടിന്റെ മുകളിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മള് തലക്കടിക്കുന്ന ഹെയർ ഡൈ എടുത്തിട്ട് ആള് ആടിനടിച്ചു. അതെ. അപ്പൊ നമ്മൾ എല്ലാ മാസവും അടിക്കേണ്ട വരില്ലല്ലോ. അതെ. ഒരു പോലെ കാണുമല്ലേ, കാണുമ്പോൾ തന്നെ അപ്പൊ ആടിനെ അവര് പിടിച്ചോണ്ട് പോകും. ആളൊരു സർക്കിളിൽ ഒരു സ്റ്റെൻസിൽ പോലെ ഉണ്ടാക്കിട്ട് അതിന്റെ ഉള്ളില് ആള് ഡൈ എടുത്ത് അടിച്ചു എല്ലാ ആടിനും. ഒരു മാസം, 1.5 മാസം, 2 മാസം നിൽക്കും ആ മുടി. നല്ല ഐഡിയ ആണല്ലോ ആള്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യാറ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആ ചേച്ചി വന്നപ്പോ ചേച്ചി പറയണ്ടായിരുന്നത് നെറ്റീമ നോക്കുന്നല്ല. ചോദിച്ചപ്പോ ഇവര് വൈറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്, വൈറ്റിന് തൊട്ടടുത്ത്. പിന്നെ അവരുടെ തളയുടെ മോള്. അതാണ് ആള് നെറ്റീമ നോക്കാൻ പറഞ്ഞത് അല്ലെ അവനോട്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ അവരുടെ അടയാളം എന്ന് പറയുന്നത് നെറ്റീം വിട്ടു. അപ്പൊ ആളിട്ടത് വയറും വിട്ടു. കൊള്ളാം. അങ്ങനെയാണ് അപ്പൊ അത് കണ്ടത്. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ ആട് വളർത്താറുള്ളത്. അത് നല്ല രസമായിട്ട്. ഇവിടെ ഒരാട് രണ്ടാങ്ങനെ കുഴപ്പമില്ല.
ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മന്ദയായിട്ട് ആടുണ്ടല്ലോ. അതെ, എല്ലാം ഒരു ആട് പോലെ തന്നെ, എല്ലാത്തിനും ഷേപ്പും കളറൊക്കെ ഏകദേശം ഒരുപോലെയാണല്ലോ. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവൂല്ലോ അല്ലെ. അത് അവർക്ക് കുഴപ്പം വരാതെ അങ്ങനൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ മേയാൻ വരുന്നവര് പല തരത്തിലുള്ള ഡിസൈനില് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല, വർത്താനം പറയേണ്ട കാര്യമില്ല. അതെ 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 തന്നെ. നമ്മൾ പണ്ട് ലാട്രിക്ക് ഇടാൻ പോകുന്നത് നമ്മൾ തുണിയെല്ലാം കുറിയിടുമല്ലോ. അതെ അതെ, അതുപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ. അത് നമ്മള് ഈ ജല്ലിക്കെട്ടിന് കാളകൾ വരില്ലേ, കാളകൾ വരുമ്പോ അതിന്റെ മുകളിൽ ഫോൺ നമ്പർ എഴുതിയിടാറുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളകൾ ഓടിപ്പോകുമല്ലോ, ചിലപ്പോ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് പേടി ഉണ്ടാകും. പേടി ഉണ്ടാകുമ്പോ ഓടിപ്പോകും. അപ്പൊ അവര് പറഞ്ഞത് ചില കാളകള് നമുക്ക് കയ്യിൽ കിട്ടില്ല, അപ്പൊ ചിലപ്പോ കിലോമീറ്ററോളം ഓടും. അപ്പൊ ആർക്കെങ്കിലും നമ്പർ കിട്ടുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറയാം. അത് നമ്പറാണ് എഴുതിയേക്കുന്നത് ഇവിടെ. പിന്നെ അത് പെയിന്റോടാണ് എഴുതിയാണ്. ഇത് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഡൈയില് ഹെയർ ഡൈ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് കാണുന്നത്. അതെ അതെ, എന്തായാലും ഒരു രസകരമായിട്ടുള്ള കാഴ്ച കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മള് നേരെ തിരിച്ചു പോവാണ് മധുരയ്ക്ക് പോവാം. ഇത് ഏത് മാവട്ട? ഇത് ശിവഗംഗൈ മാവട്ട. ഇനി ശിവഗംഗയിൽ നിന്ന് വീണ്ടും തിരിച്ച് മധുരയ്ക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകള്, ക്ഷേത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാഴ്ചകള്, പിന്നെ അതുപോലെ ഈ ചെവി കാത് കുത്തിയിട്ടുള്ള ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാണ്, മധുരയ്ക്ക് പോവാണ്. അതെ, അപ്പൊ നാളെ നമുക്ക് വേറെ കാഴ്ചകളായിട്ട് വരാം. നാളെ വരാം.